അഫിയുടെ ഓഫീസ് റൂമിലെ സെറ്റിയിലിരുന്ന് ലാപ്പിലേക്ക് അവൻ ക്ലിയർ ചെയ്തു കൊടുത്ത പോയിന്റ്സ് എല്ലാം എൻ്റർ ചെയ്യുമ്പോൾ ക്യാബിൻ ഡോർ വലിച്ചു തുറക്കുകയും വലിയ ശബ്ദത്തോടെ അടയുകയും ചെയ്തു. ദൈവമേ, വയറും കാണിച്ച് നടക്കുവാണോടി എന്നൊരു ചോദ്യം ഇപ്പം വരും. ലക്ഷ്മി തല ഉയർത്തി അഫിയെ നോക്കിയതേയില്ല. ഓവർകോട്ട് ഊരി നിലത്തേക്ക് വലിച്ചെറിഞ്ഞതും അവളൊന്ന് പേടിച്ചു. പിന്നെ അവൻ്റെ അനക്കമൊന്നും ഉണ്ടായില്ല. റിവോൾവിംഗ് ചെയർ കറങ്ങുന്നുണ്ട്. 1 മണിക്കൂർ തല ഉയർത്താതെ ലാപ്പിലേക്ക് തന്നെ കമിഴ്ന്നു കിടന്നു. അഫി എഴുന്നേറ്റ് വരുന്നുണ്ട്. അടുത്തായിരുന്നു. തല താഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എത്ര സമയം നീ ഇങ്ങനെ ഇരിക്കും? ഓഫീസ് ടൈം കഴിഞ്ഞു. നിത്യ കാത്തു നിൽക്കുന്നുണ്ടാവാം. അവൾ പെട്ടെന്ന് ലാപ്പടച്ചു. എഴുന്നേൽക്കാൻ തുടങ്ങിയതും അഫി ലക്ഷ്മിയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. സാർ, നിത്യ പോയാൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവളെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല. അവൻ കുറുമ്പോടെ ചിരിക്കുന്നുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ കൂർത്തു വന്നു. എന്താടി നിന്റെ ഈ നോട്ടം? അതെൻ്റെ നെഞ്ചിൽ തറച്ച് കയറുവാ. സാറൊന്ന് മാറിക്കേ. ലക്ഷ്മി അവൻ്റെ തലമുടിയിൽ കൈവച്ചു. ഓഹ്, എന്താ ഒരു സുഖം. അഫി കണ്ണുകൾ അടച്ചു. അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. എന്തിനാടി കൈയെടുത്തേ? വെക്ക്. ചേട്ടന് നല്ല തലവേദന. പതിയെ തഴുകിയേ. ചേട്ടനോ? ഏത് ചേട്ടൻ? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. അവൻ കണ്ണുകൾ തുറന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ നോട്ടം അതെന്നെ എങ്ങനെ വേദനിപ്പിച്ചു എന്ന് നിനക്കറിയോ? ഒരു ശ്രദ്ധയില്ലാതെ സാരി ഉടുത്തങ്ങ് നിൽക്കും. തിരിച്ചൊന്നും പറയാൻ കഴിയില്ല. തൻ്റെ തെറ്റാണല്ലോ. അവൻ്റെ കൈകൾ സാരിക്ക് മേലെ അമർന്നു. ലക്ഷ്മി ഞെട്ടിത്തരിച്ചുപോയി. സാർ, ഇതേവരെ ആ ചുവപ്പ് മാറാത്തത് എന്താ ലക്ഷ്മി? എനിക്ക് ഒന്ന് കാണാൻ. പിന്നെ അവൻ്റെ ചുണ്ടുകൾ കൂർത്തു വന്നു. അവൾ പിടപ്പോടെ അഫിയെ പിടിച്ച് തള്ളി. അവൻ ഉരുണ്ടു ചെന്ന് നിലത്തേക്ക് വീണു. തല ഗ്ലാസ് ടേബിളിൻ്റെ കോർണറിൽ തട്ടി. അവൻ ഉറക്കെ വിളിച്ചു. സാർ, അയ്യോ, ഞാൻ. അവൻ നെറ്റിയിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. ചെറുതായി ചോര പൊടിയുന്നു. അഫി നിലത്ത് നിന്ന് എഴുന്നേറ്റ് സെറ്റിയിൽ ചാരിയിരുന്നു. സോറി. അഫിയൊന്നും മിണ്ടിയില്ല. ലക്ഷ്മി ഓടിച്ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു. വേണ്ട, ഞാൻ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചോളാം, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. സോറി, ഞാൻ അറിയാതെ. ഇനി ചെയ്യില്ല, പ്ലീസ്. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. കോട്ടൺ കയ്യിലേക്കെടുത്ത് ബ്ലഡ് തുടച്ചു നീക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ദേ, ഇവിടെ ഒരു കിസ് തന്നിട്ട് നീ ക്ലീൻ ചെയ്യോ മരുന്ന് വയ്ക്കോ എന്തു വേണോ ചെയ്തോ. അവൾ ദയനീയമായി അവനെ നോക്കി. തരാൻ വയ്യ എങ്കിൽ വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൻ്റെ ചെന്നി വഴി ചോര ഒലിച്ചിറങ്ങുന്നു. ഷർട്ടിലും ചോരത്തുള്ളികൾ വീഴുന്നുണ്ട്. സാർ, ഉച്ച സമയമാണ്. ചോര നിൽക്കില്ല. വാശി പിടിക്കാൻ പറ്റിയ സമയം ഇതല്ല, പ്ലീസ്. നിന്റെ ചോരയല്ലല്ലോ, എൻ്റെ അല്ലേ. പോകട്ടെ, നിനക്കെന്താ? അവൾ കയ്യിലിരുന്ന കോട്ടൺ ടേബിളിലേക്ക് വെച്ചു. അഫിക്ക് ചിരി വന്നു. അഭിമന്യുവിനോടാ അവളുടെ കളി. അവന് മുന്നിൽ നിന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഹൃദയം ഉച്ചത്തിൽ തുടിക്കുന്നത് അവന് കേൾക്കാം. ഇപ്പം വേണ്ട, സമയമെടുത്ത് ഇഷ്ടത്തോടെ തന്നാൽ മതി. പിടിച്ചു മേടിക്കുന്നത് സീതയുടെ രാവണന് ഇഷ്ടമല്ല. അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. നെറ്റിയിൽ മരുന്ന് വയ്ക്കുമ്പോൾ അഫി ലക്ഷ്മിയുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു. നമുക്ക് കല്യാണം കഴിക്കാം. ഞാൻ ഡാഡിയോടും മമ്മയോടും പറയട്ടെ. പതിയെ അണുവയറ്റിലേക്ക് അവൻ മുഖം അമർത്തി. അവൾ ഒന്ന് പൊളഞ്ഞു പോയി. അവൻ്റെ നിശ്വാസം അവിടെ പതിക്കുന്നു. സീത, എന്താടി? എൻ്റെ സ്വഭാവമാണോ ഇഷ്ടമാകാത്തത്? സാർ, പ്ലീസ്, ഈ കാര്യം ഇനി സംസാരിക്കരുത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവൾ അവനിൽ നിന്നും അകന്നു മാറി. എന്ത് കാര്യങ്ങളാണ്? പറയേ, ഞാനും ഒപ്പം നിൽക്കാം. എന്തിനും? ഇല്ല, ഇത് എനിക്ക് തന്നെ ചെയ്യണം. മറ്റാരുടെയും സഹായം വേണ്ട. പിന്നീട് അതെനിക്ക് ബാധ്യതയാകും. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ലക്ഷ്മിക്ക് അടുത്തായി അവൻ ചേർന്ന് നിന്നു. അവളുടെ കവിളിൽ പതിയെ തഴുകി. ഈ അഹങ്കാരിയെ എനിക്ക് വലിയ ഇഷ്ടം. അവൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ വന്ന് തട്ടിയതുപോലെ അവൾ തലകുലുക്കി. നല്ല തലവേദന. ക്യാൻറ്റീനിൽ പോയി ഒരു കോഫി വാങ്ങിയിട്ട് വരുമോ? അഫി ചോദിച്ചു. പെയിനുണ്ടോ സാർ? എന്നാ ഹോസ്പിറ്റലിൽ പോകാം. ഏയ് വേണ്ട, നീ തന്ന ഫസ്റ്റ് ഗിഫ്റ്റ് അല്ലേ, അത് ഇത്തിരി വേദനയായി തന്നെ കിടന്നോട്ടെ. ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോഴും ഉള്ളിൽ അവൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. തള്ളിയിടേണ്ടിയിരുന്നില്ല. സീതാലക്ഷ്മി ഇത്രയ്ക്ക് ദുഷ്ടയാണോ?
അല്ല, എന്നെ ഉമ്മ വയ്ക്കാൻ വന്നിട്ടല്ലേ? ഒരു കോഫിക്ക് ഓർഡർ ചെയ്ത് നിൽക്കുമ്പോൾ 2 കോഫി മുന്നിൽ വന്നു. ഞാൻ ഒന്നാണ് ചേട്ടാ ഓർഡർ ചെയ്തത്. അയാൾ തല കുലുക്കി ചിരിച്ചു. സാറ് വിളിച്ചു പറഞ്ഞു 2 എണ്ണം കൊടുത്തു വിടാൻ. അതാ. താങ്ക്സ്. താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ ആരവ് സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. അവൻ പുഞ്ചിരിച്ചു. ഇങ്ങേർക്ക് 2 എണ്ണം എന്തിനാ? എന്തോ ചെയ്യട്ടെ. കോഫി കപ്പ് അവൻ്റെ മുന്നിൽ വെച്ചു. 1 കപ്പ് ലക്ഷ്മിക്കാ, കുടിച്ചോ. അവൾ ഒന്നും പറയാതെ കോഫി എടുത്തു. പിന്നെ നാളെ മുതൽ ഈ സാരി ചുറ്റി വരരുത്. സാരിയല്ലാതെ മറ്റേത് ഡ്രസ്സും നിനക്ക് ധരിക്കാം. ഈവനിങ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് നടന്നു. നിത്യ, ദേ സഞ്ചി നിൽക്കുന്നു. ലക്ഷ്മി പാർക്കിങ്ങിലേക്ക് നോക്കി പറഞ്ഞു. നീ ഇവിടെ നിൽക്ക് ലച്ചു, ഞാൻ ദേ വരുന്നു. വേണ്ട, ഇനി ഒന്നും പറയണ്ട. സാറിൻ്റെ കയ്യിൽ നിന്ന് അവന് നന്നായിട്ട് കിട്ടിയതാ. ലക്ഷ്മി അവളുടെ കയ്യിൽ തടസ്സം പോലെ പിടിച്ചു. ഞാനൊന്നും പറയില്ലടി. ദേ ഈ എൻഗേജ്മെൻ്റ് റിങ് അവനെ ഏൽപ്പിക്കണം. അവൻ്റെ കയ്യിൽ കിടക്കുന്നത് എനിക്ക് തിരികെ വേണം. വാശിയോടെ സഞ്ജുവിനടുത്തേക്ക് നടക്കുന്നവളെ നോക്കി നിന്നു. താനെന്താ ഇവിടെ? പോയില്ലേ? ആരവ് കാറിൻ്റെ കീയും കയ്യിലിട്ട് കറക്കി നിൽക്കുന്നുണ്ട്. നിത്യ വരാൻ വേണ്ടി കാത്തു നിൽക്കുവാ ചേട്ടാ. അയാള് മുന്നേ ഇറങ്ങിയല്ലോ, ഇതേവരെ വന്നില്ലേ? വന്നു, ദേ അങ്ങോട്ട് പോയി. അവൾ വിരൽ ചൂണ്ടി. ഈ കൊച്ചിന് കിട്ടിയതൊന്നും പോരെ, പിന്നെ എന്തിനാ അവൻ്റെ പിന്നാലെ പോയത്? അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാ. മോതിരം വാങ്ങി എല്ലാം അവസാനിപ്പിക്കാൻ. അത് നല്ലതാ. ഗോൾഡിനൊക്കെ തീ പിടിച്ച വിലയാ. നിത്യ തിരികെ വരുന്നത് വരെ ലക്ഷ്മിക്കൊപ്പം ആരവുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ചേട്ടൻ പോയിക്കോ, ലക്ഷ്മിയാണ് പറഞ്ഞത്. നിത്യ അങ്ങ് അകലെ നിൽക്കുന്ന സഞ്ജുവിനെ രൂക്ഷമായി നോക്കി. നമുക്ക് പോകാം ലച്ചു, എനിക്കെന്തോ നടക്കാനൊന്നും വയ്യ, നിത്യ പറഞ്ഞു. സങ്കടത്തോടെ ആ റിങ്ങിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് നിത്യ. ഫ്രണ്ട് മിറർ വഴി ആരവ് അവളെ നോക്കി ചിരിച്ചു. ഇത്രയ്ക്ക് സങ്കടമുണ്ടേൽ ആ മോതിരം ഊരി വാങ്ങാതെ ഒരു ഒത്തുതീർപ്പിൽ അങ്ങ് പോകാമായിരുന്നില്ലേ? അവൾ വിളറിയൊരു ചിരിയാണ് അവന് സമ്മാനിച്ചത്. 2 വർഷത്തെ ഇഷ്ടമല്ലേ സാർ? വേദനിക്കണം. ആത്മാർത്ഥമായി ഞാൻ അവനെ സ്നേഹിച്ചു. പക്ഷേ ഇത്രയും വലിയൊരു ചതി അത് പ്രതീക്ഷിച്ചില്ല. അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. കണ്ണുനീർ 2 സൈഡിൽ കൂടിയും ഒഴുകിയിറങ്ങുന്നു. ആരവ് ലക്ഷ്മിയാണ് നോക്കിയത്. അവരെ വീട്ടിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്ത് തിരികെ മടങ്ങുമ്പോൾ അഫിയുടെ കോൾ വന്നു. എന്താ അഫി? HR കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറഞ്ഞുള്ളൂ. ബോഡി ഗാർഡ് ആവാൻ ഞാൻ പറഞ്ഞില്ല. അതൊന്നുമില്ല അഫി. എന്തോ അതിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഒരു വിഷമം. അല്ലേലും നമ്മൾക്കാരാ പെണ്ണ് തരിക? അതെന്താ, നിനക്ക് പറ്റില്ലേ? അഫി ഉറക്കെ ചിരിക്കുന്നുണ്ട്. എന്താ പറ്റാത്തേ? എന്നെപ്പോലെ. ദേടാ മതി, നിർത്ത്, നിന്റെ നാവ് കൊള്ളില്ല, ആരവ് ഉറക്കെ പറഞ്ഞു. എൻ്റെ ഭാര്യയായി വരുന്ന പെണ്ണ് എൻ്റെ അമ്മയെ കൂടി നോക്കേണ്ടി വരും. അതുകൊണ്ട് കാര്യത്തോടടുക്കുമ്പോൾ എല്ലാം മുടങ്ങും. അഫിയുടെ ചുണ്ടിലെ ചിരി പെട്ടെന്ന് മങ്ങി. ആരവേ, നീ വിഷമിക്കാതെ, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാടാ. ഇനി രക്ഷയില്ല. ക്യാൻസറിന് എന്താ ഒരു ട്രീറ്റ്മെൻറ്റ്? കീമോ കഴിഞ്ഞു വന്നാൽ ആ പാവത്തിൻ്റെ വേദന കണ്ടാൽ പിന്നെ നെഞ്ചു പൊട്ടും. എന്നാലും എന്നെ കാണിക്കാൻ ഒരു ചിരിയുണ്ട്. ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോയില്ലേ? പിടിച്ചിരുത്താൻ ഒരാൾ വേണം. ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും എല്ലാം ഏതേലും ഒരു പെണ്ണ് തയ്യാറാവോ? കുറച്ചു നേരത്തെ മൗനം. അല്ല, എന്തിനാ ലക്ഷ്മിയുടെ ബോസ് ഇപ്പോൾ വിളിച്ചേ? അവർ ഷോപ്പിലോ മറ്റോ കയറിയോ ആരോ? ഇല്ല ഫി, എന്താ? നത്തിങ്. മോനു നിന്നെ. സ്റ്റെപ്പുകൾ ഓടിക്കയറുമ്പോൾ പിന്നിൽ നിന്നും മമ്മയുടെ വിളിയെത്തി. അവൻ നിന്നതല്ലാതെ സ്റ്റെപ്പുകൾ ഇറങ്ങിയില്ല. ഇന്ദുജ അഫിക്ക് അടുത്ത് വന്നു. ഈ നെറ്റിയിലെന്താ? അവർ ഉറക്കെ ചോദിച്ചതും വർമ്മയും ആദിയും പരസ്പരം നോക്കി. അത് എൻ്റെ കൈ തട്ടി നിലത്ത് വെള്ളം വീണു. ക്ലീൻ ചെയ്തതാ. പക്ഷേ ഉണങ്ങും മുന്നേ അതിൽ കാൽ വെച്ചതും തെന്നിപ്പോയി. നേരെ തല ചെന്ന് ടേബിളിലിടിച്ചു. ആരാ ക്ലീൻ ചെയ്തേ? അവളുമാരെ പറഞ്ഞു വിട്ടോ? ശ്രദ്ധയില്ല. കാശു മാത്രം മതി ഓരോ ജന്തുക്കൾക്ക്. മമ്മ പ്ലീസ് ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദാറ്റ്. എൻ്റെ ശ്രദ്ധക്കുറവിന് അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഫിയുടെ ശബ്ദമുയർന്നു. ഇന്ദുജ പതിയെ ശാന്തമായി. എന്നാ ഫ്രഷായിട്ട് വാ, ഫുഡ് കഴിക്കാം. ഞാൻ കഴിച്ചതാ. വേണ്ട. ആദി, എൻ്റെ വിശ്വാസം ശരിയാണേൽ അത് സീതാലക്ഷ്മി കൊടുത്ത ട്രേഡ് മാർക്കാണ്. കുരുത്തക്കേടും കൊണ്ട് ചെന്ന് കാണും. ഫ്ലവർ വേസ് എടുത്ത് നല്ലത് കൊടുത്തിട്ടുണ്ടാവും.
വർമ്മ ചിരിച്ചുപോയി. ചിരിക്കാലോ, അച്ഛന്മാർക്ക് എവിടെയാ വേദന? പ്രസവിച്ചവർക്കേ അതിൻ്റെ വേദന മനസ്സിലാകൂ, ഇന്ദുജ കനത്തിൽ പറഞ്ഞു. അത് ശരിയാ, പക്ഷെ ഇന്ദു, എനിക്കൊരു സംശയം. അവർ തിരിഞ്ഞു നിന്ന് അയാളെ രൂക്ഷമായി നോക്കി. ആണുങ്ങൾക്ക് ആ വേദന എത്രയാണെന്നറിയില്ല. പ്രസവ വേദന നന്നായി അറിഞ്ഞത് അഫിയെ പ്രസവിക്കുമ്പോൾ മാത്രമാണോ? അവന് മൂത്തത് ആദ്യ, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ. അപ്പോൾ ഈ വേദന ഇല്ലായിരുന്നോ? ഇന്ദുജയുടെ കണ്ണുകൾ കുറുകി, തല വെട്ടിച്ച് നടന്നകന്നു. ഇതാണ് ഉത്തരം മുട്ടുമ്പോഴുള്ള ഇന്ദുജയുടെ സ്റ്റൈൽ, തലവെട്ടിക്കൽ തന്ത്രം. വർമ്മ ആദിയെ ചേർത്ത് പിടിച്ചു. നീയൊന്നും കാര്യമാക്കണ്ട മക്കളെ. സ്വിമ്മിംഗ് പൂളിൽ കിടന്നുകൊണ്ട് പതിവ് പരിപാടിയിലാണ് അവൻ. അഫി, മതി, ഇന്ന് ഓവറാണ്, വെള്ളത്തിൽ നിന്ന് കയറ്, വർമ്മ ഗൗരവത്തിൽ പറഞ്ഞു. എന്തിന്? ഞാനിന്ന് ഇവിടെയാ. അതെന്താ, നീ തവളയായോ? വർമ്മ ചിരിച്ചു. ദേരാടി, കളിയാക്കരുത്. ലച്ചു, ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു. നിത്യ അവളുടെ തോളിലേക്ക് ചാരിക്കിടന്നു. അമ്മ എന്തു പറഞ്ഞു? എനിക്ക് നല്ലൊരു ചെക്കനെ കിട്ടുമത്രേ. അവൾ പരിഹാസത്തോടെ ചിരിച്ചു. ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? അമ്മ പറഞ്ഞതാ ശരി. നമ്മളെ ഒരാൾ ചതിച്ചാൽ, അകറ്റി നിർത്തിയാൽ, അതിനർത്ഥം അതിലും ബെറ്ററായത് നമ്മളെ തേടി വരാൻ പോകുന്നുവെന്നാ ലക്ഷ്മി പറഞ്ഞു. നിത്യ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഓ, യാദവ് നിന്നെ ഉപേക്ഷിച്ചത് അഭിമന്യു സാറിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാവും അല്ലേ? ലക്ഷ്മി തല താഴ്ത്തി. പറയ് പെണ്ണെ, നിനക്ക് സാറിനെ ഇഷ്ടമാണോ? ആള് ഇത്തിരി വെടക്കാണേലും നിന്നോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതല്ലേ ഇത്രയൊക്കെ സഹായങ്ങൾ ചെയ്തു തന്നത്? അവളുടെ കണ്ണുകൾ ചുവന്ന് കയറുന്നുണ്ട്. എനിക്ക് പേടിയാ, നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. സാറിനോട് ഇഷ്ടമല്ല, ഒരാരാധന, ആ സ്വരം കേൾക്കാൻ മോഹം, അങ്ങനെയൊക്കെ ഉണ്ട്. ആ, അതാണ് ലവ്. സാറ് നിന്നെയും കൊണ്ടേ പോകൂ, അതുറപ്പാ. പോടി. ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി കളിച്ചു. കണ്ണുകൾ മേശപ്പുറത്തിരിക്കുന്ന ഫോണിൽ മാത്രമായി. എടുത്ത് വിളിച്ചോ, എന്നാലും ആ തല പൊട്ടിക്കേണ്ടിയിരുന്നില്ല. പാവം കിട്ടും നിനക്ക്. നിത്യ എഴുന്നേറ്റ് റൂമിലേക്ക് കയറി. പിന്നെ നേരിട്ടൊരു ഉമ്മ കൊടുക്കാനല്ലേ മടി? ഫോണിൽ കൂടി കൊടുക്കാം, ബാവിട്ട് ചോദിച്ചതല്ലേ. അയ്യേ, നിനക്ക് അടി കിട്ടും. അവൾക്ക് അവൻ്റെ നമ്പർ ഇപ്പോൾ കാണാപ്പാടമാണ്. ഫോൺ ചെവിയോട് ചേർക്കുമ്പോൾ ഉള്ളം തണുക്കുന്നത് പോലെ. ദേ അഫി, നിന്റെ ഫോണാ. അഫിക്ക് ലക്ഷ്മിയുടെ മുഖമാണ് ഓർമ്മ വന്നത്. പെട്ടെന്ന് വർമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയതും അത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു. പോയി ഡാഡി, പോയി. അച്ഛൻ്റെ തോളിലേക്ക് ചാരി കിടന്ന് കുഞ്ഞുകുട്ടിയെപ്പോലെ അവൻ കൊഞ്ചുന്നുണ്ട്. ദൈവമേ, ഒരു നശിച്ച ശീലം എങ്ങനേലും മാറി. ഇനി ഇതും കൂടി മാറി കിട്ടിയാൽ സമാധാനമായി. ആ, അവൾ വരട്ടെ. ആകെ ഇത്തിരി സമാധാനം കിട്ടുന്നത് ഇതിലാ. അപ്പോൾ ബോധമില്ലേലും സീതാലക്ഷ്മിയെ ഓർമ്മയുണ്ട് അല്ലേടാ? ഉണ്ട്. അവൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലാന്ന് എന്തോ വലിയ ലക്ഷ്യമുണ്ടത്രേ. ഇനി കളക്ടറാവാൻ പോവുകയാണോ എന്തോ. എന്തായാലും അവളെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വർമ്മ അവനെ താങ്ങി പിടിച്ച് റൂമിലേക്ക് കയറ്റി. എൻ്റെ പിന്നാലെ ഓരോരുത്തികൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവൾ ഒരു രക്ഷയില്ല. കുരുക്ക് മുറുക്കിയിട്ടുണ്ട് ഞാൻ. സീതാലക്ഷ്മി വീഴും അഭിമന്യുവിൻ്റെ നെഞ്ചിൽ തന്നെ. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അവൻ പില്ലോയെടുത്ത് നെഞ്ചിൽ അമർത്തി വെച്ചു. വർമ്മ അഫിയുടെ നെറ്റിയിൽ വിരലോടിച്ചു. പാവം, ഒറ്റപ്പെട്ടു പോയവൻ്റെ വേദനയാണ്. മമ്മയ്ക്ക് ഒരു നല്ല അമ്മയാവാൻ കഴിഞ്ഞില്ല. സ്നേഹവും വാത്സല്യവും എന്നത് അവൾക്ക് എന്താണെന്നറിയില്ല. ഡോറടച്ച് പുറത്തിറങ്ങുമ്പോൾ ആദ്യ ചുവരിൽ ചാരി നിൽപ്പുണ്ട്. ലക്ഷ്മി നോ പറഞ്ഞതാണോ കാരണം? അറിയില്ല മക്കളെ. പക്ഷേ അവൻ അവളെ സ്വന്തമാക്കും. അവൻ്റെ മമ്മയെ ധിക്കരിച്ചിട്ടായാലും. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കട്ടെ അച്ഛാ. നമ്മൾ പറഞ്ഞാൽ ലക്ഷ്മി കേൾക്കും. പാവാഫി. എന്നെ സ്നേഹിക്കാൻ അച്ഛനുണ്ടായിരുന്നു. 2 വയസ്സിന് ഇളയതാണേലും കീർത്തി അവൾ എനിക്ക് കൂട്ടായിരുന്നു. ഒപ്പം നടക്കാനും കളിക്കാനും കുറുമ്പ് കാട്ടി ചിരിപ്പിക്കാനും ആ പെണ്ണിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ അവനല്ലേ ആരും ഇല്ലാതെ പോയത്. ഞാൻ ലക്ഷ്മിയോട് എല്ലാം പറയട്ടെ? വേണ്ട മക്കളെ, അവളായി തന്നെ അവനെ സ്നേഹിക്കട്ടെ. അതുവരെ കാത്തിരിക്കാം.